എനിക്കങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. ചിലപ്പോ ഈ പോലീസ് ബുദ്ധിയുടേതാവും. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഇതുവരെ ഒരുത്തനും പ്രേമിച്ചിട്ടില്ലെന്നോ? എന്തോ നാമ്പിള്ളേരാണ് ഈ നാട്ടിലുള്ളത്. ഇവിടെയുള്ള പയ്യന്മാർക്ക് ഇയാടെ അച്ഛനെ പേടി കാണും. കോളേജിലോ അവിടെ ഇല്ലായിരുന്നോ ഒരുത്തനും? ഒരാള് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. പുറകെ വന്നവരൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കും കൂടി തോന്നണ്ടേ? അപ്പോഴല്ലേ അതിന് ലവ് എന്നൊക്കെ പറയാൻ പറ്റൂ. താങ്ക് ഗോഡ്, ആരോടും തോന്നിച്ചില്ലല്ലോ നീ. അങ്ങനെ താങ്ക്സ് പറയണ്ട, ഒരാളോട് തോന്നിയിരുന്നു. ഫെമിനൻ ക്വാളിറ്റീസ് ഒന്നും ഇല്ലാത്ത ആളല്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ ചുമ്മാ കഥ ഇറക്കണ്ട. കഥയല്ല ശ്രീനി, ഒരു സ്കൂൾ ടൈം തൊട്ട് ഡിഗ്രി ടൈം വരെയൊക്കെ മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ട്. പ്രൊഫഷണൽ കോഴ്സിന്റെ സീരിയസ്നെസ് തലയ്ക്ക് പിടിച്ചപ്പോ വിട്ടു. ആ അങ്ങനെയങ്ങ് മറന്നു. വലിയൊരു കാരണം വേറെ ഉണ്ട് കേട്ടോ. അയാൾക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു. ആരായാലും അത്രയ്ക്കൊരു സൗന്ദര്യ വിരോധി. ഇവിടെ ഉണ്ടാ ചേരുന്ന പേരെ? ഞാനാ കാർത്തികേയൻ, മംഗലശ്ശേരി. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. 2 മിനിറ്റ് എനിക്ക് തരണം. രാജേന്ദ്ര. അയ്യേ, അവനെ വിളിക്കണ്ട. എനിക്ക് നിങ്ങളോടാ സംസാരിക്കണ്ട. ഒരു കാലത്ത് ജാനകിയുടെ ഹീറോ ആയിരുന്ന കാർത്തി. ക്ഷമിക്കണം. ഒരു ഫംഗ്ഷൻ നടക്കാണെന്നറിയാം. നടക്കട്ടെ. ഞാനൊരു കാര്യം മൂപ്പരോട് പറഞ്ഞിട്ട് പോവാം. എന്താടാ നിനക്ക് പറയാനുള്ളത്? പറഞ്ഞിട്ട് പോടാ. നമുക്കൊന്ന് മാറിയെന്ന് സംസാരിച്ചൂടെ? നീ പറയടാ. മാമന് ചേർന്ന അനന്തരവൻ ഇവരെ ഇരട്ടപ്പെട്ടതാ. അതെ, നിങ്ങളുടെ ബാങ്ക് അറ്റാച്ച് ചെയ്ത എന്റെ തറവാട് എനിക്ക് തിരിച്ചു വേണം. ബാങ്കിന് വേണ്ടത് പണമല്ലേ? അത് ലേലത്ത് വെക്കണം. നഷ്ടപ്പെട്ട ഉടമസ്ഥനെ തിരിച്ചെടുക്കാൻ അതൊരു അവസരമല്ലേ? അതല്ലേ അതിന്റെ ഒരു ന്യായം? ആ കാര്യങ്ങളൊക്കെ അങ്ങ് ബാങ്ക് വന്ന് പറ. ഇതല്ലാനുള്ള സ്ഥലം. ഓ, ബാങ്കേ. റിസർവ് ബാങ്ക് ഗവർണറുടെ റെസിഡൻസി വന്നിട്ട് കുറച്ച് 1000 രൂപ കടം തരുമോന്ന് ചോദിക്കണ പോലല്ലേ? എടോ രാജേന്ദ്ര, ആ തുക്കണാച്ചി ബാങ്കിന്റെ ആഫീസിൽ കാർത്തികേയൻ വന്ന് പരാതി ബോധിപ്പിക്കൊന്നുമില്ല. കാര്യം മുണ്ടക്കൽ ശേഖരൻ നമ്പ്യാർക്ക് മനസ്സിലാകാനാ ഇവിടെ കയറി വന്ന് പറഞ്ഞത്. നമ്പ്യാരെ, ഈ കളി നമ്മൾ തമ്മിലാണ്. ന്യായം എന്റെ പക്ഷത്തും. അതുകൊണ്ട് തന്നെ ജയവും എനിക്ക് തന്നെ ആവണം. പണം ഈടാക്കാൻ നിങ്ങൾ ബാങ്കിന്റെ ഭാഗത്ത് നടത്തിയ നിയമ നടപടികൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. എല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കണം. നീ കോടതി പോയി കേസ് പറയടാ. കോടതിയിൽ കാർത്തികേയൻ പോവില്ല. കോടതി ഞാൻ ഉണ്ടാക്കും. എന്നിട്ട് ശിക്ഷയും വിധിക്കും. അനുഭവിക്കേണ്ടി വരും. അമ്മാവനും അനന്തരവനും കൂടെ ഒരേ കയറിൽ. മോനെ സവാരി ഗിരിഗിരി, തോർത്തുമുണ്ട് നിവർത്തി തോട്ടിലെ വെള്ളത്തിൽ മാമനും മോനും കൂടെ പരൽമീനുകളെ പിടിച്ച് കളിച്ചിട്ടുണ്ടാവും. ആ ഈരിഴ തോർത്ത് വിരിച്ചാൽ ശ്രാവിനെ കിട്ടുമെന്ന് വിചാരിച്ച് വെറുതെ നനയണ്ടോ? ഇത് കാർത്തികേയനാ. യെസ് മിസ്റ്റർ SP. തോളിലെ നക്ഷത്രങ്ങളും IPS എന്ന 3 അക്ഷരവും നെല്ലളന്നോ പാടം തീരെഴുതിയോ വാങ്ങിയതല്ലെങ്കിൽ നിങ്ങൾക്ക് കോമൺ സെൻസ് കാണും. പറഞ്ഞു കൊടുക്ക അമ്മായിയപ്പനാകാൻ പോകുന്ന ആളോട്. ഇല്ലെങ്കിൽ ഇന്ന് ഉറപ്പിച്ച കല്യാണം പിന്നെയും നീളും 1 കൊല്ലം. പെണ്ണിന്റെ അച്ഛന്റെ ആണ്ടുബലി കഴിഞ്ഞ് മംഗളകർമ്മങ്ങൾ നടത്താൻ പാടുള്ളൂ എന്നൊരു നാട്ടു നടപ്പുണ്ട്. മിസ്റ്റർ SP, എന്റെ പ്രശ്നം ജെനുവിനാണ്. ബാങ്ക് കൈവശമാക്കിയ എന്റെ തറവാട് ലേലത്തിൽ വെക്കണം. എന്ത് വില കൊടുത്തും ഞാൻ തിരിച്ചു പിടിച്ചോളും. അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ മുണ്ടക്കൽ ശേഖരന്റെ പുരയിടത്തിന്റെ പിന്നാമ്പറത്തെ ഒരു 5 സെന്റ് എരന്ന് വാങ്ങാൻ വന്നതല്ല ഞാൻ. ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാ മതി. കാർത്തികേയൻ. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്. വണ്ടി ഒതുക്കിടാ. ഗുഡ് മോർണിംഗ് സർ.
വെരി ഗുഡ് മോർണിംഗ്. മിസ്റ്റർ കാർത്തികേയൻ വണ്ടിയിലുണ്ട്. ഒന്ന് വിളിക്കടോ. വലിയ തിരക്കില്ലെങ്കിൽ can you spare a little time? ഷുവർ സർ. ഞങ്ങളിങ്ങനെ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാ. പബ്ലിക് പ്ലേസിൽ സ്മോക്കിംഗ് പാടില്ല. ഞാനിത് കത്തിക്കാറില്ല. അതെന്താ? ഒരു സ്റ്റൈലാണ്. വലിയ നിർത്തിയതാ, പക്ഷെ അങ്ങ് ഉപേക്ഷിക്കാൻ മടി. അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കും. ഗുഡ്. ഈ ശേഖരണങ്ങളിന്റെ മോളെങ്ങനെ? സാറ് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെ കുറിച്ചാണോ? അതെ, ഞാൻ ഇപ്പോഴല്ലേ പരിചയപ്പെട്ടതും കല്യാണം ആലോചിച്ചതുമല്ല. തന്റെ പഴയ ഫ്രണ്ടല്ലേ? പഴയ ഫ്രണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. അറിയാം, കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് എന്റെ ചോദ്യം. താൻ എന്താ അവളെ തീർത്തും അങ്ങ് അവോയ്ഡ് ചെയ്ത് കളഞ്ഞത്? ടൈം ഇല്ലായിരുന്നു സർ. അവളെ എന്നല്ല, ഒരുപാട് പെൺപിള്ളേരെ അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ട്. കോളേജിൽ നിന്ന് ഇറങ്ങി പിന്നെ വൈകാതെ അങ്ങ് ബിസിയായി. എന്ത് ബിസി? സ്മഗ്ലിംഗ് ആയിരുന്നു. സ്പിരിറ്റ്, കുഴൽപ്പണം, ചന്ദനത്തൈലം, അങ്ങനെ ഓരോന്ന്. അണ്ടർവേൾഡ് പ്രിൻസ്. അണ്ടർവേൾഡ് അതൊരു പഴയ പ്രയോഗമല്ലേ? ഇന്ന് അതിന്റെ മീനിങ് ഇല്ല. അതാണ് വേൾഡ്. നമ്മുടെ പാവം ജനകോടികളല്ലേ അണ്ടർവേൾഡിൽ കഴിയുന്നത്. താൻ നല്ല സ്റ്റൈലായിട്ട് സംസാരിക്കുന്നു. ചുമ്മാതല്ല ആ കൊച്ചു തന്നെ കയറി പ്രേമിച്ചത്. അതേടോ, എന്റെ വുഡ്ബി എന്നോട് പറഞ്ഞു അവൾക്ക് വയസ്സറിയിച്ച കാലം തൊട്ടേ തന്നോട് ഭയങ്കര പ്രേമമായിരുന്നു. ആയിരിക്കും. ഞാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു കുറച്ചു കാലം മുമ്പ്. ഇപ്പോഴും മോശമൊന്നുമില്ല. ഇല്ല, എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. താനെന്നല്ല നല്ല ഫോമിലായിരുന്നു. തട്ടുന്നോ കഴിവേറ്റുന്നോ ഒക്കെ വെച്ച് കീറുന്നത് കേട്ടു. ചുമ്മാ പറഞ്ഞതായിരിക്കും അല്ലേ തന്തപ്പടി കൈവിട്ട മുതൽ പിടിക്കാൻ? എന്നെ പറഞ്ഞല്ലോ ചിലത്. എനിക്ക് ഈ പറച്ചിൽ പണ്ടില്ലാത്ത സ്വഭാവമായിരുന്നു. ചെയ്താ ശീലം. എന്റെ ചെയ്ത്ത് കൂടിയപ്പം നാട്ടിൽ അക്രമവാസന കൂടുന്നു എന്നാണ് ചിലരുടെ കമന്റ്. കുട്ടികൾ വഴിതെറ്റുന്നു എന്ന്. അതുകൊണ്ട് ആദ്യം ഒരു റൗണ്ട് പറയും, പിന്നെ ചെയ്ത് കാണിക്കും. തനിക്ക് നല്ല ഇടി കൊണ്ട് ശീലമുണ്ട്. ഇടി എന്ന് പറഞ്ഞാൽ കൊടുക്കുക, കൊള്ളുക, വീണ്ടും കൊടുക്കുക, ഗിവ് ആൻഡ് ടേക്ക്. അതാണ് അതിന്റെ ഒരു ലൈൻ. ഞാൻ തിരിച്ചാ. എനിക്ക് പൊട്ടുത്താ ശീലം. അത് ഈ ലോക്കപ്പ് റൂമിൽ കയറ്റി കുനിച്ചേർത്തുള്ള കുത്തിന്റെ കാര്യമല്ലേ? അല്ലടാ, എനിക്ക് ലോക്കപ്പ് വേണമെന്നില്ല. നടുറോട്ടിലിട്ടും തല്ലും ഞാൻ. 5 കൊല്ലം ബോക്സിംഗ് ചാമ്പ്യൻ ആയതിന്റെ കപ്പ് ഇരിപ്പുണ്ട് വീട്ടില്. കാണണോ നിനക്ക്? കപ്പോ? അല്ല, ഇടി. ബാസ്കിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ ഗരാറ്റെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. പിന്നെ ഗളരിപ്പൈറ്റ് അത് കുറെ കാലം പഠിക്കണം എന്ന് പറഞ്ഞ് നടന്നു, ടൈം കിട്ടിയില്ല. ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല. അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ഇടിച്ച് പല്ല് തെറിപ്പിച്ചിട്ടുണ്ട് ചിലരുടെ. അതൊക്കെ ഞാൻ വീട്ടിലൊരു ഹോർലിക്സ് കുപ്പിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അല്ലടാ ഉണ്ണി, ഇത്രയും വരും കുപ്പി. എന്നാ നമുക്ക് തുടങ്ങാം. അല്ല, ഈ റോഡിൽ വെച്ച്, അതും സാറ് യൂണിഫോമില്. അത് വിട്. സാറിന് പറയാം, അതൊക്കെ വലിയ കേസാവും. കേസ് ചാർജ് ചെയ്യേണ്ടത് ഞാനല്ലേ? ഞാൻ ചെയ്യില്ലെങ്കിലോ? എന്നാലും അത് ശരിയാവില്ല. എന്താടാ, നാക്കിന്റെ നീളം വെച്ച് വളവളാന്ന് ചെലക്കുമ്പോ നീ ഓർത്തില്ലല്ലേ ആമ്പിള്ളേരുടെ കൈക്ക് വന്ന് വീഴുന്നു? ശ്രീനിവാസ, സവാരി ഗിരിഗിരി കയ്യട് മോനെ. നീ എന്നെ കൊണ്ട് ചെയ്യിക്കും.
സാർ കേറാൻ വണ്ടിയില്ലേ? വണ്ടിയിൽ കേറാം. കേറും. വഴിയെ പോയ അടി എരന്ന് വാങ്ങിയ നിങ്ങളുടെ ആഫീസർ കേസില്ല കേസാക്കില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ കളിയാ. ഇനി അവ കേസാക്കിയ ആചാര വെടിമുഴക്കി അവന്റെ ശവാടക്കം കൊണ്ടാടേണ്ടി വരും നിങ്ങൾ സഹപ്രവർത്തകർക്ക്. സവാരി ഗിരിഗിരി കളിയാ. ഞാൻ അവരോടൊപ്പം നീ ഒരു ചായ കുടിച്ചിട്ടാ ഓടാ. ഹാവ് എ ടീ ബ്രേക്ക്.